ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപ, പിന്നീടത് കഴിഞ്ഞ പ്രഖ്യാപനത്തോടെ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാവർക്കും അത് ലഭിക്കുകയല്ലേ? എല്ലാ ജാതി മതസ്ഥർക്കും ലഭിക്കുകയല്ലേ? ഒരു വളരെ വിചിത്രമായ ചില വാദഗതികൾ ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ഇതിലെന്താണ് കാര്യം? നാട്ടിലെല്ലാം വിലക്കയറ്റമല്ലേ? ഇപ്പോൾ വില കയറുന്നതിനനുസരിച്ച് പെൻഷനും ലേശം വർദ്ധിക്കണ്ടേ? അത് വർദ്ധിപ്പിച്ചത് മാത്രമല്ലേ? പിന്നെ ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ ഗവൺമെൻറ്റുകളും ഇങ്ങനെ വർദ്ധിപ്പിക്കുകയല്ലേ? ഈ പാവപ്പെട്ടവർക്ക് ഇതിൻ്റെ എല്ലാ കണക്കുകളും ഒറ്റയടിക്ക് അവരുടെ കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ UDF ഏത് കാലത്താണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്? ആദ്യ പെൻഷൻ കർഷക തൊഴിലാളിക്ക് കൊടുത്ത 45 രൂപയാണല്ലോ. അന്ന് അതിനെ എതിർത്തയാളാണ് കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പിന്നാലെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഒന്നും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. പിന്നെ അതിൽ വർധനവ് ചെറിയ തോതിൽ വരുന്നത് LDF സർക്കാരാണ്. ഇതിൻ്റെ ആകെ കണക്കുകൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ 1980 ശേഷമാണ് ഈ പെൻഷൻ തുടങ്ങുന്നത്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ അവസാന ഘട്ടത്തിൽ 600 രൂപയായിട്ട് UDF ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. അതാണ് അവരുടെ ആകെയുള്ള വർധനവ്. ബാക്കി എല്ലാ വർധനവും LDF ഗവൺമെൻറ് വരുത്തിയതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വർദ്ധിപ്പിച്ച് 600 രൂപ അവർ കൊടുത്തിട്ടില്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക. അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. ഇതാദ്യത്തെ ആണോ കുടിശ്ശിക? ഇതിനേക്കാളും കുറവാണല്ലോ നേരത്തെ. 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ് കുടിശ്ശികയാക്കിയത് 28 മാസത്തെ പണമായിരുന്നു. ആ പണം മുഴുവൻ 2006 LDF ഗവൺമെൻറ്റാണ് കൊടുത്തു തീർത്തത്. എന്ന് പറഞ്ഞാൽ ഈ പെൻഷനോടുള്ള UDFൻ്റെ സമീപനം അങ്ങേയറ്റം നിഷേധാത്മകം. ആ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇത് തുടരുകയാണെന്ന് നാം കാണണം. ഇപ്പോൾ 2016 18 മാസത്തെ കുടിശ്ശികയായിരുന്നുവെങ്കിൽ 2021 നമ്മളൊന്ന് സങ്കല്പിക്കുക. LDFനല്ല തുടർഭരണം ലഭിച്ചത്. സാധാരണ രീതി അനുസരിച്ച് UDFന് കിട്ടുന്നു. ആ 2016 മുതൽ 21 വരെ 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കിയത് ആ 1600 രൂപ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നില
UDF സ്വീകരിക്കുമായിരുന്നോ? ഇപ്പോൾ 2026 ഈ 26 ഇപ്പോൾ അവരായിരുന്നുവെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമായിരുന്നു? ഈ പറയുന്നവർ ആ പണം കൊടുക്കാൻ ആത്മാർത്ഥത കാണിക്കുമായിരുന്നോ? അപ്പോൾ LDF ആയതുകൊണ്ടാണ് 1600 കൃത്യമായി കൊടുക്കുകയും അതിൽ നിന്ന് വർദ്ധിപ്പിച്ച് 2000 ആക്കുകയും ആ 2000 കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാർക്കാണോ? എല്ലാവർക്കുമല്ലേ? എല്ലാവർക്കും അർഹതയുള്ളവർക്കെല്ലാം അത് ലഭിക്കുകയല്ലേ? എല്ലാ വിഭാഗക്കാരും അതിൽ പെടുമല്ലോ. ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ വനിതകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച മാസം തോറുള്ള 1000 രൂപ, അതിൻ്റെ അപേക്ഷകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. 1000 രൂപ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കാണോ? എല്ലാ വിഭാഗത്തിലും പെട്ടവർക്കല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ അതത് തരത്തിലെ കോഴ്സ് കഴിഞ്ഞ് ജോലിക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ആവശ്യമായ സ്കിൽ നേടാൻ നിൽക്കുന്ന ഘട്ടം. അത്തരം ആളുകൾക്ക് 1000 രൂപ വീതം ആ ചെറുപ്പക്കാർക്ക് നൽകുന്നൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും അല്ലേ അത് ലഭിക്കുക? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനാണോ? ഈ പറയുന്ന മതവികാരം ഇളക്കാൻ ശ്രമിച്ച ആ കൂട്ടർ അധികാരത്തിലിരുന്ന കാലത്ത് ഇതുപോലെ എന്ത് നടപടി സ്വീകരിച്ചു? എന്താണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയത്? അധികാരത്തിലില്ലാത്തതിൻ്റെ വെപ്രാളം നിങ്ങൾക്ക് കാണും, അത് വേറെ. അതിന് മറ്റു വഴിയൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങളിടയ്ക്ക് വിടുന്ന വികാരം എത്രമാത്രം ആപൽക്കരമായതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ?